നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ള ചില നേട്ടങ്ങളെ, സ്ഥാനങ്ങളെ, അതേപോലെ തന്നെ നിങ്ങളുടെ കഴിവുകളെയൊക്കെ മറ്റുള്ളവരിൽ നിന്നും സംരക്ഷിച്ച് നിർത്താനുള്ള ഒരു പോരാട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. അതായത് നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോൾ വന്ന് ചേർന്നിട്ടുള്ള ചില നേട്ടങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളിൽ വളരെയധികം അസ്വസ്ഥത അനുഭവിക്കുന്ന ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളോ നിങ്ങൾക്ക് ചുറ്റും നിലകൊള്ളുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ള നേട്ടത്തെ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെടുത്താനായിട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങളൊരു ഉയർച്ചയിലേക്ക് എത്തരുത് എന്ന് ആഗ്രഹിച്ച് നിങ്ങളെ ആ ഒരു കഴിവിൽ നിന്നും പിന്നോട്ട് വലിക്കാനായിട്ടൊക്കെ പലരും വളരെയധികം ശ്രമങ്ങൾ നടത്തുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന ഒരു തോന്നൽ നിങ്ങളിൽ പല ആളുകളിലും വളരെ ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളിപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു നിലയിലാണ് ഉള്ളതെന്നാണ്. നിങ്ങൾക്ക് ചുറ്റും അനാവശ്യമായിട്ടുള്ള മത്സരങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരിക്കാം ഉള്ളത്. ഇവിടെ നിങ്ങളെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് അവർ മത്സരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ നേട്ടങ്ങളിലും കഴിവുകളിലുമുള്ള അസൂയയും ഭയവും തന്നെയാണ്. നിങ്ങളിലെ ആത്മവിശ്വാസവും നിങ്ങളുടെ വളർച്ചയും നിങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളുമൊക്കെ അവരിൽ വളരെയധികം അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്, അവരെ അസൂയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഉയരത്തിലേക്ക് എത്തുമോ എന്നുള്ള ഭയം അവരെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അവരുടെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങളെ മാനസികമായിട്ട് തളർത്താൻ വേണ്ടി വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അവർ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ അത്തരം ശ്രമങ്ങളൊക്കെ ഒരു പരിധിവരെ നിങ്ങളെ തളർത്തുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ ശ്രമങ്ങളൊക്കെ നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അത്തരം പോരാട്ടങ്ങളൊക്കെ നിങ്ങളുടെ എനർജിയെ ഇല്ലാതാക്കാനും നിങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തിക്കളയാനുമാണ് അവർ ചെയ്യുന്നത്. അതിനാൽ തന്നെ അത് മനസ്സിലാക്കി അവരുടെ ശ്രമങ്ങളിൽ വീണു പോവാതെ നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ച് ശാന്തമായിട്ട് നിൽക്കുക. അതായത് നിങ്ങൾക്ക് വന്നു ചേർന്ന നേട്ടങ്ങളെ സംരക്ഷിച്ച് നിർത്തണം, നിങ്ങളുടെ കഴിവിനെ മുന്നോട്ട് വളർത്തണം എന്ന ആ ഒരു നിലപാടിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നവരുടെ ആ ഒരു ശക്തി കുറഞ്ഞു വരും എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ സ്വയം സംരക്ഷിച്ച് നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള കലഹങ്ങളും പോരാട്ടങ്ങളുമൊക്കെ തനിയെ ഇല്ലാതാകും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിലേക്ക് ചില വ്യക്തത എത്തിച്ചേരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ചുറ്റും നിലനിൽക്കുന്നവരിൽ ആരാണ് സത്യസന്ധർ, ആരാണ് മുഖംമൂടി ധരിച്ച് നിൽക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്ന് ചേരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ജീവിതത്തെ വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു ഘട്ടത്തിലാണ് ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതായത് ഏത് കാര്യത്തെയും എടുത്തു ചാടി സമീപിക്കാതെ വേഗത്തിൽ കിട്ടണമെന്ന് ചിന്തിക്കാതെ എല്ലാ കാര്യവും വളരെയധികം ആലോചിച്ച് പതുക്കെ പതുക്കെ സ്ഥിരതയോടെ മുന്നോട്ട് പോവണം എന്നുള്ള ഒരു തീരുമാനം ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളും എടുത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മനസ്സ് തുറന്ന് സ്നേഹം കൊടുക്കാനും സ്വീകരിക്കാനും മനസ്സറിഞ്ഞ് സന്തോഷിക്കാനുമുള്ള ഒരു എനർജി നിങ്ങളിലിപ്പോൾ ശക്തമായിട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പുതിയ ബന്ധങ്ങൾ, സ്നേഹവും സന്തോഷവും നിറഞ്ഞ അനുഭവങ്ങൾ ഇവയൊക്കെ നിങ്ങൾക്ക്
ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങളിലേക്ക് വളരെയധികം ധൈര്യം വന്ന് ചേരുന്നുണ്ട്. അതായത് മുൻപ് പേടികൊണ്ട് നിങ്ങൾ മാറ്റി വെച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാനായിട്ടൊരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ ആരോടെങ്കിലും സംസാരിക്കുന്ന കാര്യത്തിലായാലും എങ്ങോട്ടെങ്കിലും മാറുന്ന കാര്യത്തിലായാലും ഇപ്പോൾ പുതിയൊരു ജോലിയിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു കൂട്ടുകെട്ടിലേക്കോ ഒക്കെ മാറുന്ന കാര്യത്തിലായാലും മുൻപ് നിങ്ങൾ വളരെയധികം ഭയപ്പെട്ടിരുന്നിരിക്കാം. എന്നാൽ ഇനി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രവൃത്തിയിലും കാണിക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. കൂടാതെ ഇവിടെ ഈ ഒരു സമയം മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. അതായത് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി നിങ്ങൾ ഒന്നും തന്നെ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളിലെ പോസിറ്റീവ് എനർജി കൊണ്ട് മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതാണ്. അതുപോലെ ദൈവാനുഗ്രഹം ഈ ഒരു സമയം നിങ്ങളിൽ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ആ ഒരു അനുഗ്രഹത്താൽ നിങ്ങൾക്ക് മുന്നിൽ മറഞ്ഞിരിക്കുന്ന വഴികളൊക്കെ വെളിച്ചത്തിലേക്ക് വരുന്നതാണ്. നിങ്ങളുടെ യാത്രയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ പതുക്കെ മാറാനായിട്ട് തുടങ്ങുന്നതാണ്. കൂടാതെ ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ ചില വഴികളിൽ കൂടി സാമ്പത്തിക സഹായം പലർക്കും വന്ന് ചേരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ കൂടി പ്രതീക്ഷിക്കുന്ന സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കാം ആ ഒരു സഹായം കിട്ടുന്നത്. കൂടാതെ അപ്രതീക്ഷിതമായിട്ട് ചില സാഹചര്യങ്ങളിൽ കൂടിയും ആവാം. അത്തരത്തിൽ സാമ്പത്തികം നിങ്ങൾക്ക് വന്ന് ചേരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിൽ പല ആളുകൾക്കും ഒരു നീതി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നതിൻ്റെ ഒരു പോസിറ്റീവ് സൂചന തന്നെയാണ് കാണുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് അറിവ് പകർന്ന് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു തരത്തിലേക്ക് പല ആളുകളും എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.